This content is not for my regular viewers. This is exclusively dedicated to all blind CR7 haters. പ്രായം അയാൾക്ക് മാറുന്നത് വെറും രേഖകളിൽ മാത്രമാണ്. അയാളുടെ ഡെഡിക്കേഷനെയും മനക്കരുത്തിനെയും മനസ്ഥൈര്യത്തിനെയും പകരം വെക്കാൻ ഒരുത്തനെ കൊണ്ടും കഴിയത്തില്ലെന്ന് അങ്ങേര് തെളിയിച്ചു കളഞ്ഞു. 1-on-1 സിറ്റുവേഷൻ വന്നാൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് നൽകാൻ മടിക്കുന്ന ഗ്രേസേഴ്സിന്റെ എച്ചില് നക്കി പട്ടികളുടെ അണ്ണാക്കിലടിക്കുന്നത് പോലെ രണ്ടെണ്ണത്തിനും പന്ത് നിർലോഭം ഉരുട്ടിക്കൊടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ കാണിച്ച മനസ്സ്, ആ മനസ്സുള്ളവനെ സെൽഫിഷ് റോണോ എന്ന് വിളിക്കുന്നവന്റെ തല പിടിച്ച് ആടിച്ചങ്ങോട്ട് പൊട്ടിക്കണം. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫിഷ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഈ ഫുട്ബോൾ ലോകത്തിന് ഒരുപാട് തവണ അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൺസെൽഫിഷ് മൊമെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേരെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. അങ്ങേരെ പ്രായം കൊണ്ട് തളർത്താൻ ഒരുത്തനെ കൊണ്ടും ഒരിക്കലും പറ്റില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ വേറെ ലെവൽ ബ്രീഡ് തന്നെയാണ്. ഇന്ന് തുർക്കിയും പോർച്ചുഗലും തമ്മിൽ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ അതിമനോഹരമായിട്ട് പോർച്ചുഗലിന്റെ ടീം വിജയം സ്വന്തമാക്കുമ്പോൾ അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ തന്നെയായിരുന്നു. ഇന്നത്തെ പ്ലെയർ റേറ്റിംഗ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പോർച്ചുഗീസ് താരങ്ങളിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗുമായിട്ട് നിൽക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റേറ്റിംഗ് വന്നിട്ട് 9 5 4.5, അത് 10 കൺവെർട്ട് ചെയ്യുമ്പം 9 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റേറ്റിംഗ്. പിന്നെ നിങ്ങൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒന്നും ചെയ്യരുത്. കാരണം ആ മനുഷ്യൻ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഉണ്ടാക്കി കൊടുത്ത റേഞ്ച് ഒരുപാട് വലുതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ തന്നെയാണ് പോർച്ചുഗലിനെല്ലാം. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് ഈ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിന് പേരെടുത്ത് പറയാൻ എന്ത് തേങ്ങാക്കൊലയാണ് ഉണ്ടായിരുന്നത്. ഒരു തേങ്ങയില്ലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിൽ അവതരിക്കുന്നത് വരെ. അവർക്ക് ഇന്റർനാഷണൽ സ്കെഡ്യൂളിൽ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത്. അയാള് പടവെട്ടി പിടിച്ചതിന്റെ സുഖം അനുഭവിക്കുന്നവർ തന്നെയാണ് ഇന്ന് പോർച്ചുഗീസ് ടീമിലുള്ളവരെല്ലാം തന്നെ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ യൂറോ കപ്പിലെ ആദ്യത്തെ ഗോൾ നേടാനുള്ള സുവർണ അവസരമാണ് ഈ സ്വാർത്ഥത മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഫുണ്ടയ്ക്ക് പാസ് ചെയ്ത് നശിപ്പിച്ചത്. അത് പോട്ടെ, സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പാസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റയ്ക്ക് അടിക്കണമായിരുന്നു. ഇവൻ ഒറ്റയ്ക്ക് തിന്നാൻ നിൽക്കുന്നതല്ലേ, അവനൊന്നും ക്രിസ്ത്യാനോ പാസ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനോ ഷുഡ് ബി ഹെയിൽ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് പോർച്ചുഗലിന് എടുത്തു പറയാൻ യൂസേബിയോയും പിന്നെ നമ്മുടെ ഫിഗോയും ഒക്കെ ഉണ്ടെന്ന് പറയാമെങ്കിൽ പോലും ഇന്റർനാഷണൽ ഫുട്ബോളിൽ അവർക്ക് എടുത്തു പറയാൻ നേട്ടമൊന്നുമില്ലായിരുന്നു. അവർക്ക് അതിന് മുമ്പുണ്ടായിരുന്ന 11 യൂറോ കപ്പിലാകെ 3 മാത്രമാണ് യോഗ്യത നേടാൻ കഴിഞ്ഞത്. 17 വേൾഡ് കപ്പിലാകെ 3 മാത്രമാണ് യോഗ്യത നേടാൻ കഴിഞ്ഞത്. അതിനകത്ത് ഒന്നിപ്പോലും നോക്കൗട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന അധികായൻ പോർച്ചുഗീസ് ഫുട്ബോൾ ടീമിന് വേണ്ടി അവതരിച്ചതിന് ശേഷം പിന്നെ കളിച്ച കളികളിലെല്ലാം പോർച്ചുഗൽ നോക്കൗട്ട് ഘട്ടത്തിൽ കടന്നിട്ടുണ്ട്. അതായത് പിന്നെ വേൾഡ് കപ്പിലും നോക്കൗട്ട് ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. മേജർ ടൂർണമെന്റുകൾ 2 വിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഒറ്റ മനുഷ്യന്റെ വിയർപ്പിൽ കെട്ടിപ്പൊക്കിയത് തന്നെയാണ്. അതിനി ആരെന്ത് പറഞ്ഞാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളുടെ മാറ്റ് ഒരു തരി പോലും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പുച്ഛിച്ചവനും പരിഹസിച്ചവനും എല്ലാത്തിനും ഇന്നത്തെ മത്സരം തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കളിച്ച 2 മത്സരങ്ങളിലും വിജയം തന്നെയാണ്. അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പങ്കും വളരെ വലുതാണ്. പിന്നെ ആദ്യം തന്നെ ബെർണാഡോ സിൽവയിലൂടെയാണ് പോർച്ചുഗൽ ഗോൾ നേടിയത്. അതിന് അസിസ്റ്റ് ക്രിസ്ത്യാനോ വേണ്ട, അസിസ്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. പിന്നെ ഒരു ഓൺ ഗോള്, പിന്നെ ബ്രൂണോ 55-ാമത്തെ മിനിറ്റിൽ ഗോൾ നേടുന്നു. 2 നാറുകൾക്കും ആവശ്യത്തിന് ഉരുട്ടി കൊടുത്തിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനകത്ത് ഒന്ന് കൺവെർട്ട് ചെയ്തു, ഒന്ന് കൺവെർട്ട് ചെയ്തില്ല. ദിസ് മാൻ ഈസ് ഇൻസെയിൻ. ഈ പ്രായത്തിൽ ഇങ്ങേര് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേര് ഒരുപാട് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട താരം തന്നെയാണ്.